ആദ്യത്തെ പടം അറിയാമല്ലോ ഇങ്ങനെ ഒരു അവസ്ഥയിലായി. രണ്ടാമത്തെ പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ നിൽക്കുന്നു, ദിലീപേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നു, ദിലീപേട്ടന് ഫോൺ കോൾ വരുന്നു, ദിലീപേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. 5 മിനിറ്റ് പോലും എടുത്തില്ല. ദിലീപേട്ടൻ വിളിച്ചിട്ടുണ്ട്, എടാ മാറ്റി വെക്കണം, അച്ഛൻ മരിച്ചുപോയി. എനിക്കൊരിക്കലും അദ്ദേഹം ഒരു അന്ധവിശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പടം പെട്ടിയിലിരിക്കുന്ന ഒരു ഡയറക്ടറെ കൊണ്ട് അയാൾ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയാണ്. അന്ധവിശ്വാസത്തിൻ്റെ ആദ്യ പോയിന്റ് അവിടെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്രേസി ഗോപാലൻ വന്ന് വർക്കൗട്ട് ആയപ്പോൾ അത് ദിലീപിൻ്റെ കോമഡിയാണെന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഞാൻ തേജാബായി എന്ന് പറഞ്ഞാൽ ഫുൾ ഹ്യൂമർ പടം ചെയ്തത്, ദിലീപേട്ടൻ ഇല്ലാതെ. അതും വർക്കൗട്ടായില്ലേ? അത് വർക്കൗട്ടായി. സത്യസന്ധമായിട്ട് തുറന്നു പറയണം, വിൻ്ററോ ഇറങ്ങിയില്ല, ഈ പടത്തിൻ്റെ ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും ഇത് സത്യം വിജയിക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. ഇന്നത്തെ ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളത്തോ അല്ല മറ്റന്നാളത്തോ ഒന്നും നമ്മുടേതല്ല. ഈ ദിവസം ഇപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ബിനോയോട് വന്നതിൽ ഞാൻ വളരെ ഹാപ്പി എന്ന് പറഞ്ഞാൽ ബിനോയുടെ പ്രോഗ്രാംസ് ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളാണ്. നമുക്ക് ഇന്നിങ്ങനെ ഒരു കോൺവെർസേഷൻ്റെ അവസരം കിട്ടി. ഈ ഡേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നാളെ റിലീസായി ഇത്ര വലിയ റീച്ച് കിട്ടുമോ അതൊന്നും നമ്മളെ ബാധിക്കുന്നു. നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, എന്നെ അത് ബാധിക്കില്ല. വളർന്നു വരുന്ന ഒരു ഡയറക്ടറാണ്. രണ്ടാമത്തെ പടം ഇങ്ങനെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ താങ്കളുടെ കരിയർ തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്തോ ഫോർ സം റീസൺ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം അതിനേക്കാളും വലിയ പ്രതിസന്ധികൾ ആ സിനിമയിലുണ്ടായി. ഈ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും വലിയ പ്രതിസന്ധി അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കും. ഈ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന ഉണ്ടാവാൻ കാരണം വിൻ്റർ എന്ന് ക്രേസി ഗോപാലൻ എന്ന് പറയുന്ന സിനിമയാണ്. ആ സീക്രട്ട് ആർക്കും അറിയില്ല. അതറിയില്ല. അതായത് ഒരു വലിയ സംഭവം ഉണ്ടായി. പണ്ട് മാക്ട ആയിരുന്നു ഉണ്ടായത്. അപ്പം ഈ കഥ ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു. മുല്ലയുടെ ലൊക്കേഷനുള്ള ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു. രാത്രി ഒരു 11 മണിക്ക് പാലക്കാട് മുല്ലയുടെ സിനിമ ഫൈറ്റ് ഷൂട്ട് ചെയ്യാണ്. അത് ഫുൾ വെള്ളമൊക്കെ നനഞ്ഞ് ദിലീപേട്ടൻ നിൽക്കുന്ന സ്ഥലത്താണ്. കഥ പറയാൻ ഞാൻ ചെല്ലുന്നത്. അപ്പം ഞാൻ ചെന്നപ്പോൾ രാത്രി 10:30 മണിയായി. ഞാൻ പറഞ്ഞു, ദിലീപേട്ട അതിനൊക്കെ റൂം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ നാളെ കഥ കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ദിലീപേട്ടൻ നൈറ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, നീ വന്നേ നമുക്ക് കഥ കേൾക്കാം. രാത്രി 11 മണിക്ക് ഞാൻ യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ട് എങ്ങനെ കഥ പറയുന്നു പോലും എനിക്കറിയത്തില്ല. അകത്തേറിയിരുന്നു. ദിലീപേട്ടൻ ഈ നനഞ്ഞ് ഈ ക്യാരവനിൽ നിന്നിങ്ങനെ വിറയ്ക്കുകയാണ്. വിറച്ചിട്ട് നീ കഥ പറഞ്ഞു തുടങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഉറക്കം തുടങ്ങി. എനിക്ക് നീ പറഞ്ഞോ എന്നിട്ട് പുള്ളിക്കാരൻ കണ്ണടച്ച് ഉറങ്ങുക. അപ്പം ഞാൻ പറഞ്ഞു, ഇത് താല്പര്യമില്ല, നമ്മൾ മറ്റേ വിൻ്ററിൻ്റെ കഥ പറഞ്ഞിട്ട് ഞാൻ കഥ പറയാം. കഥ എല്ലാം പറഞ്ഞ് കേട്ടിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ണു പറഞ്ഞ് എന്നിങ്ങനെ നോക്കിയിട്ട്, എടാ ഇത് നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു, പുള്ളിക്കാരൻ ഇത് കഥ കേട്ടിട്ടാണോ ഇത് പറഞ്ഞത്, എൻ്റെ ചുമ്മാ എൻ്റെ അടുത്ത് പറഞ്ഞാണോ? എൻ്റെ പറഞ്ഞു, എടാ നീ ഇത്രാമത്തെ സീനിൽ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞില്ലേ, അത് മാത്രം നമുക്ക് മാറ്റി പിടിക്കണമെന്ന് പറഞ്ഞു. പുള്ളി ഫുൾ കേട്ടു എന്ന് പറഞ്ഞു. അപ്പം കോൺഫിഡൻസ് ആയി. അപ്പം ഞാൻ പറഞ്ഞ ക്രേസി ഗോപാലിൻ്റെ ഫുൾ സ്ക്രിപ്റ്റായി, പടം പക്കയാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ബാക്കി സ്ക്രീൻ പ്ലേ എഴുതുന്ന അങ്ങനെ ഒരു പ്രോസസ്സ് ദിലീപേട്ടനായിട്ട് നമ്മൾ കുറച്ചൊരു പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ആലുവ പാലസിലാണ്. ആ സമയത്ത് മാക്ട എന്ന് പറഞ്ഞ സംഘടനയാണ്. അന്ന് ദിലീപേട്ടൻ മുല്ല കഴിഞ്ഞ് അടുത്ത് ചെയ്യാനായി അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുന്ന ഈ ക്രേസി ഗോപാലൻ ചെയ്ത പ്രൊഡ്യൂസറിൻ്റെ പടമാണ്. അതിൻ്റെ ഡയറക്ടർ അന്ന് നമ്മുടെ തുളസിദാസ് സാറ്. ദിലീപേട്ടൻ എന്തോ അന്നത്തെ കരിയറിൻ്റെ സിറ്റുവേഷനോ ഇങ്ങനത്തെ ഒരു പടം ഇമ്മീഡിയറ്റ് വരണമെന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഇതാദ്യം ചെയ്യാൻ തരുന്നു, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തുളസിയേട്ടൻ്റെ പടം ചെയ്യാമെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പടത്തിൻ്റെ വർക്കൊക്കെ തുടങ്ങിയപ്പം തുളസിയേട്ടൻ്റെ സൈഡിൽ നിന്ന് മാക്ടയിൽ കംപ്ലയിൻറ്റ് പോയി, ഇത് ചെയ്തിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം. അപ്പം നമ്മുടെ ഏകദേശം പടമൊക്കെ ഒതുക്കി വെച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൽ ദിലീപേട്ടൻ പറഞ്ഞില്ല, കരിയറിലും എല്ലാത്തും കൂടി ഗുണം ഈ ക്രേസി ഗോപാലൻ എന്ന് പറഞ്ഞ പടം ചെയ്യാൻ, ഞാൻ അത് ചെയ്യാനാണ് തീരുമാനിച്ചു. അങ്ങനെ അസോസിയേഷനിൽ വലിയ പ്രശ്നം അവിടെ നിന്നാണ് ആ പ്രശ്നം തുടങ്ങുന്നത്. പ്രശ്നം തുടങ്ങിയപ്പോൾ മാക്ട സംഘടനയിൽ നിന്ന് എനിക്ക് മെമ്പർഷിപ്പ് തരില്ല എന്നുള്ള തീരുമാനം അവരുടെ. ഈ പടം ചെയ്യണമെങ്കിൽ മെമ്പർഷിപ്പ് വേണം, ദീപിനെ കൊണ്ട് പടം ചെയ്യിക്കാൻ പറ്റില്ല, അത് തീരുമാനമാണ്. അതിൻ്റെ ചർച്ചയ്ക്ക് ഇടയിൽ സിദ്ദിഖ് സാറും വിനയൻ സാറും തമ്മിൽ എന്തോ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്ന അവിടെ നിന്നാണ് ഇത് കംപ്ലീറ്റ് പൊളിയുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി വൈകുന്നേരം എൻ്റെ അടുത്ത് 5 മണിക്ക് ദിലീപേട്ടനോട് ഈ പടം നടക്കത്തില്ല, കാരണം മാക്ടയിൽ നിന്ന് ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, നമുക്ക് പിന്നെ ആലോചിക്കാം. എന്നിട്ട് അവരൊരു ചർച്ചയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ശരി, ഞാൻ വിഷമിച്ച് തകർന്ന് തരിപ്പണമായി കിടന്നു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫ്രണ്ടും ആ പടത്തിൽ എൻ്റെ അസോസിയേറ്റ് വരുന്ന മധു വാര്യർ മെസ്സേജ് ചെയ്തു, ദീപ് പെട്ടെന്ന് TV വയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് TV വയ്ക്കുമ്പോൾ കാണുന്ന ഓരോരോ ഡയറക്ടേഴ്സായിട്ട് മാക്ടയിൽ നിന്ന് റിസൈൻ ചെയ്തു. പടയെന്ന് റെസിഗ്നേഷൻ. ഞാൻ എൻ്റെ മുഖത്ത് ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അതായത് എനിക്കൊരു പടം ചെയ്യാൻ മാക്ട എന്ന് പറയുന്ന സംഘടന സമ്മതിക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആ ഇൻഡസ്ട്രി തന്നെ മാക്ടയിൽ നിന്ന് മാറുകയും ഫെഫ്ക എന്ന് പറഞ്ഞൊരു പുതിയ സംഘടന വരികയും അന്ന് എനിക്ക് ജോഷി സാർ വിളിച്ചു പറഞ്ഞു, എടാ നിന്നെ പടം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെഫ്കയിലെ ആദ്യത്തെ മെമ്പർ നീ ആയിരിക്കും.
ഇതിൽ കൂടെ എന്ത് വേണം അല്ലേ? അതിൽ കൂടുതൽ എന്താ വേണ്ട. എൻ്റെ ഇപ്പോഴും ഫിഫ്റ്റിയിലെ നമ്പർ D65 ആണ്. ശരിക്കും 1 എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ടെക്നിക്കൽ സംഭവം, അതങ്ങനെ ഒരു ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് D65 ആണ് എൻ്റെ നമ്പർ. ഞാൻ ആലോചിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സിനിമയെക്കാളും വലിയ ട്വിസ്റ്റുകൾ ജീവിതത്തിൽ അമ്മ നടന്നിട്ടുണ്ട്. ആ പടം കാരണം അല്ലേ? ആ കടത്തിലെ ട്വിസ്റ്റ് ഞാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂവിൽ ആൾക്കാർ വരുമ്പം പറയാനായിട്ട് ഉള്ള കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേസി ഗോപാലിൻ്റെ കഥകളാണ്. ഒരുപാട് ജീവിതവും മാറ്റിമറിച്ച് ജീവിതം സംവിധാനത്തിൽ ഒരു മേലങ്കി കിട്ടുകയും ചെയ്തു, എല്ലാം കൊണ്ടും പല കാര്യങ്ങൾ. അതായത് സമാന്ത എന്ന് പറയുന്ന നടിയുടെ, അത് ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ സമാന്തയെക്കുറിച്ച് പറഞ്ഞത്. ക്രേസി ഗോപാലിനെ ഞാൻ ആദ്യമായി ഫിക്സ് ചെയ്യുന്ന നായികയുടെ പേര് സമാന്ത എന്നാണ്. ഞാൻ ചെന്നൈ പോയി കാണുന്നു. പുള്ളിക്കാരുടെ അമ്മയായിട്ട് വരുന്നു. പുള്ളിക്കാരുടെ അമ്മ ഒരു മലയാളിയാണെന്ന് അറിയുന്നു. നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി സിനിമയിലൊന്നും വന്നിട്ടില്ല, ഒരു മോഡൽ മാത്രമാണ്. ഭയങ്കര ആഗ്രഹത്തോടെ വന്നു. അപ്പോൾ ഞാൻ ദിലീപേട്ടനെ വിളിച്ചു പറഞ്ഞു, ദിലീപേട്ടൻ നമുക്ക് ഈ കുട്ടിയെ ആണ് നമ്മുടെ നായിക. അങ്ങനെ എറണാകുളത്തൊരു സ്ക്രീൻ ടെസ്റ്റിന് സമാന്ത വരികയാണ്. സമാന്ത വന്നു. പെർഫോമൻസ് വെച്ച് സമാന്തയുടെ ഗംഭീര പെർഫോമൻസാണ്. പക്ഷെ അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമാന്ത ഭയങ്കര സ്മോളായിരുന്നു, ടൈനി ആയിരുന്നു. ടൈനി എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടല്ല, ആപ്പിടൊരു ഇതിൽ. അപ്പം നമുക്കിതിനകത്ത് ദിലീപേട്ടനെ എടുത്തടിക്കുന്നൊരു പെണ്ണാണ് എന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യുന്നൊരു പെണ്ണാണെന്ന് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു സംഭവം ഈ പെൺകുട്ടിക്ക് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമുക്ക് ഈ പെൺകുട്ടിയെ നായികയ്ക്കാൻ പറ്റിയില്ല. അന്ന് ആ കൊച്ചു ഭയങ്കര വിഷമിച്ചാണ് പോയത്. അപ്പം അന്ന് ദിലീപേട്ടന് അതൊക്കെ പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുള്ള പലരും, വിദ്യാബാലൻ, നയൻതാര, ഇവരൊക്കെ പിന്നെ സിനിമയിൽ വലിയ സംഭവങ്ങളായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ കൊച്ചന്ന് വിശ്വസിച്ചൊന്നുമില്ല, ഭയങ്കര വിഷമത്തോടുകൂടിയാണ് പോയത്. 2 വർഷത്തിനിപ്പോഴും സമാന്ത എന്ന് പറയുന്നത് തെന്നിന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായി അങ്ങനൊരു അനുഭവമുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് എന്തോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതിൻ്റെ വിഷ്വൽസ്, ആ കുട്ടി സ്ക്രീൻ ടെസ്റ്റ് എന്ന വിഷ്വൽസ് ഉണ്ടെന്ന് പറഞ്ഞത് കിട്ടിയിട്ടില്ല ഇതുവരെ. അത് ഭയങ്കര രസകരമായൊരു അനുഭവമാണ്. പടം തുടങ്ങുന്ന ഫസ്റ്റ് ദിവസം നമ്മളെല്ലാം പൂജയൊക്കെ റെഡിയാക്കി എല്ലാവരും ലഡ്ഡുമൊക്കെ വാങ്ങിച്ച് വെച്ച് ഞാൻ ഒരു വിളക്കൊക്കെ വെച്ചിരിക്കുകയാണ്. ദിലീപേട്ടൻ വന്നു കഴിഞ്ഞാൽ, ദിലീപേട്ടൻ്റെ വെച്ച ഫസ്റ്റ് ഷോട്ട് വന്നു കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്നു, അതാണ് ഫസ്റ്റ് ഷോട്ട്. 8 മണിക്ക് എന്തോ ആണ് ഫസ്റ്റ് ഷോട്ട്. അല്ല, 8 മണിക്ക് ഞാൻ അവിടെ എത്തി, എല്ലാം റെഡിയായി. 9:30-ക്കോ 10-നോ ഇടയിലാണ് ഫസ്റ്റ് ഷോട്ട്. 9 മണിയായപ്പോൾ ദിലീപേട്ടൻ്റെ ഒരു കോൾ. എടാ ഞാൻ വന്നുകൊണ്ടിരിക്കുക, അതിനിടയിൽ അച്ഛന് വയ്യാതെ, ഞാൻ അച്ഛനൊന്ന് കയറി കണ്ടിട്ട് നിങ്ങൾ റെഡിയായി വെച്ചോ, ഞാൻ അച്ഛനെ കൊണ്ടുവന്നിട്ട്. ഫസ്റ്റ് ഷോട്ടാണ്, ആദ്യത്തെ പടം അറിയാമല്ലോ, ഇങ്ങനെ ഒരു അവസ്ഥയിലായി. രണ്ടാമത്തെ പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ നിൽക്കുന്നു, ദിലീപേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നു. ദിലീപേട്ടന് ഫോൺ കോൾ വരുന്നു. ദിലീപേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. 5 മിനിറ്റ് പോലും എടുത്തില്ല. ദിലീപേട്ടൻ വിളിച്ചിട്ടുണ്ട്, എടാ മാറ്റി വെക്കണം, അച്ഛൻ മരിച്ചുപോയി. അടുത്ത പണി അപ്പോൾ അടുത്തത്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചു, പൂജ മാറ്റി വെച്ചു. പിന്നല്ല പടം ഷൂട്ട് ചെയ്ത് രാത്രി എങ്ങനെ ഉറങ്ങി, സ്വസ്ഥമായിട്ട് ഉറങ്ങിയില്ല. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും. നമ്മളതൊക്കെ ഒരു അതൊക്കെ ഈ അന്ധവിശ്വാസം വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ അതൊക്കെ ഒരു തടസ്സമായിട്ട് വിചാരിക്കുക അല്ലേ? അല്ല, നിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ചിട്ടുള്ള ആള്. അന്ധവിശ്വാസം എന്താണെന്ന് അറിയാമല്ലോ, അതിലൊന്നും കാര്യമില്ല. സിനിമയിൽ അന്ധവിശ്വാസം വിശ്വസിക്കുന്ന ആളാണ്. സിനിമയിൽ അന്ധവിശ്വാസമൊക്കെ ഭയങ്കര രസമാണ്. ഇതിനെ ഭയങ്കര രസകരമായിട്ട് കാണുന്ന ഒരാളും കൂടെയാണ് ഞാൻ എപ്പോഴും പറയും, അന്ധവിശ്വാസം ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഒരു കഥ പോലെ കേട്ട, അതാണ് ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ കാണുന്നത്. ഭയങ്കര രസമല്ലേ, ചില ആൾക്കാർ ഇങ്ങനെ വിശ്വസിക്കുന്നു. ശരിക്കും നമ്മൾ ഒരു സൈഡിൽ നിന്ന് അതൊരു കഥയായിട്ട് കണ്ട ഭയങ്കര രസമല്ലേ? അല്ല, ഇത് ആ വിഷയം വന്നുകൊണ്ട് ചോദിക്കുവാണ്, സിനിമയിൽ ഒരുപാട് അന്ധവിശ്വാസം, പ്രത്യേകിച്ച് ദിലീപേട്ടൻ അന്ധവിശ്വാസം, അതിങ്ങനെയുള്ള വിശ്വാസങ്ങൾ. ദിലീപേട്ടൻ അന്ധവിശ്വാസിയൊന്നുമല്ല, ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നവരെല്ലാം അന്ധവിശ്വാസികളാണ്. പണം വിജയിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ അയാളുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടി അയാൾ അമ്പലങ്ങളിൽ പോകുന്നത് അയാളെ എങ്ങനെ അന്ധവിശ്വാസി എന്ന് വിളിക്കും? അയാൾക്ക് വിശ്വാസം കൂടുതലാണ്. അത് അന്ധമാണോ അല്ലേ? വിശ്വാസം കൂടുതലാണ്, വിശ്വാസം കൂടുതലാണ്. പക്ഷെ അത് അന്ധമായ വിശ്വാസമാണോ അല്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്കൊരിക്കലും അദ്ദേഹം ഒരു അന്ധവിശ്വാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പടം പെട്ടിയിലിരിക്കുന്ന ഒരു ഡയറക്ടറെ കൊണ്ട് അയാൾ വീണ്ടും അങ്ങനെ ഒരു സിനിമയാണ്, അന്ധവിശ്വാസത്തിൻ്റെ ആദ്യ പോയിന്റ് അവിടെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അയാളൊരു അന്ധവിശ്വാസി അല്ലാന്നല്ല എന്ത് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു പടത്തിന്റെ റിലീസിന് തയ്യാറാകുന്ന പടത്തിന് സംഭവിക്കേണ്ട സമയം സംഭവിച്ചുള്ളൂ. അല്ല, എന്നെ തരത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കുറേ പൂജകൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള കുഴപ്പങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സംഭവിക്കാനുള്ള അതൊക്കെ ഒരു ലൈഫിൻ്റെ തന്നെ ഒരു എന്താ പറയുക, ഒരു ജേണിയുടെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പൂജ മുടങ്ങിയ ദിവസം ശരിക്കും പറഞ്ഞ മനസ്സൊന്ന് കാളിയില്ല. നാച്ചുറലി നമുക്ക് സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം പ്രതീക്ഷിച്ച ഒരു സാധനം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതൊരു അന്ധവിശ്വാസമായിട്ട് എടുക്കാനായിട്ട് ഞാൻ അത്യാവശ്യം ഈ ദിലീപേൻ്റെ കൂടെ പറഞ്ഞ എല്ലാ അമ്പലങ്ങളിലും എല്ലാ പള്ളികളിലും എൻ്റെ ഏറ്റവും വലിയ കുറ്റം ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അമൽ നീരദ് എൻ്റെ വളരെ പണ്ട് മുതലേ സുഹൃത്താണ്. എൻ്റെ ആഡ്സിൽ കുറേ സിനിമാറ്റോഗ്രാഫർ ആയിരുന്ന അമലാണ്.
അപ്പം അമലിനെ അറിയാമെന്നുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഷൂട്ടിൻ്റെ അന്ന് ഏത് ആക്ച്വലിൻ്റെ ഷൂട്ടാണെങ്കിൽ 4 മണിയാകുമ്പോൾ ഞാൻ എണീച്ച് അടുത്തുള്ള അമ്പലത്തിൽ പോയി പൂജയൊക്കെ ചെയ്തിട്ടാണ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അന്നത്തെ സമയത്ത്. ഇത് എപ്പോഴും അമലിനെ ഇത് പറഞ്ഞ് കളിയാക്കുകയും ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വിൻ്റർ എന്ന് പറഞ്ഞ പടം അല്ല സോറി ക്രേസി ഗോപാൽ എന്ന് പറഞ്ഞ പടം ഇങ്ങനെ മുടങ്ങിയപ്പം അമലിൻ്റെ അടുത്ത് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അമൽ പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം അമൽ പറയുന്നത് ഇത്രയും വലിയ വിശ്വാസിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പം നമ്മൾ പറയുമ്പോൾ അമ്പലത്തിൽ പോകുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമല്ല, അതിനൊരു പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി മാത്രം നമ്മൾ ശ്രമിക്കുന്നില്ല. അല്ല, സിനിമയിലാണല്ലോ ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഉള്ളതുകൊണ്ട് ചോദിച്ചത്. അപ്പോൾ അടുത്തറിയുന്ന ആളെന്നൊരു ചോദിച്ചതേ ഉള്ളൂ. അല്ല എല്ലായിടത്തും ഉണ്ട് അത്, പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. അത് എത്രമാത്രം അന്ധമാവണം, എത്രമാത്രം വിശ്വാസമാവണം എന്നുള്ളത് അത് ഒരു യുക്തിപരമായി നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, ഈ ദിലീപേട്ടൻ വർക്ക് ചെയ്ത് നമുക്ക് ആ ഒറ്റ ചോദ്യത്തിൽ നിന്ന് അടുത്തതിലേക്ക് പോകാം. ശരിക്കും അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ ഒരുപാട് കാണുമല്ലേ? ഹ്യൂമർ ഇങ്ങനെ വാരി വിതറുമായിരിക്കും. പ്രത്യേകിച്ച് ഹ്യൂമർ കൈകാര്യം ചെയ്യാത്ത ദീപു ചേട്ടനോടൊപ്പം ഉള്ള ഒരു കൂട്ടായ്മയുണ്ട്. ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും അല്ലേ? വിട്ടുകൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന്? അല്ല, ചില മൊമെൻറ്റ്സിൽ നമ്മൾ ചിന്തിക്കാത്തൊരു ഹ്യൂമർ പുള്ളിക്കാരൻ പറയുമ്പം ഇല്ല ദിലീപേട്ട ഇത് എൻ്റെ നിന്ന് വരാത്ത ഹ്യൂമർ അല്ലാത്തതുകൊണ്ട് നിങ്ങളത് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ പറയുന്നത് ശരിയാണോ? ടോട്ടാലിറ്റി സിനിമയുടെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. പുള്ളിക്കാരൻ എത്രയും കോമഡി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും കയ്യടി വാങ്ങിച്ചൊരു വ്യക്തിയുടെ മുമ്പേ ഞാൻ ചെന്നിട്ട് അത് ചെയ്യരുതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ചെയ്തതിൻ്റെ ഗുണം ആ സിനിമയ്ക്കകത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള പടങ്ങൾ അതിനെ തുടർന്ന് ഒരുപാട് പടങ്ങൾ വന്നു. പക്ഷേ അതിനകത്തൊരു സംഭവമുണ്ട്. ഈ ക്രേസി ഗോപാലൻ വന്ന് വർക്കൗട്ട് ആയപ്പോൾ അത് ദിലീപിൻ്റെ കോമഡിയാണെന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഞാൻ തേജാബായി എന്ന് പറഞ്ഞാൽ ഫുൾ ഹ്യൂമർ പടം ചെയ്തത് ദിലീപേട്ടൻ ഇല്ലാതെ. അതും വർക്കൗട്ടായില്ലേ? അത് വർക്കൗട്ടായി. അല്ല, ഞാൻ അത് തന്നെ ഇപ്പം അതേ പാറ്റേൺ പിടിച്ച് ഒരുപാട് ദിലീപിൻ്റെ പടങ്ങൾ പിന്നെ തുടരെ വന്നു, അല്ലെങ്കിൽ ഹിറ്റാവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പടങ്ങൾ എറിക്കുന്നില്ല. കാലഘട്ടം മാറി. അല്ല, ദിലീപിൻ്റെ പ്രേക്ഷകർ അകന്നു പോയതാണ്. ദിലീപിൻ്റെ അല്ല, എല്ലാ ഹീറോയ്ക്കും, എല്ലാ ഡയറക്ടറിനും, എല്ലാ റൈറ്ററിനും, എല്ലാ മ്യൂസിഷ്യനും 5 വർഷമുണ്ട്. ആ 5 വർഷം കൊണ്ട് അയാളുടെ ഫസ്റ്റ് സംഭവം പറഞ്ഞു തീർക്കും. അത് കഴിഞ്ഞ് വരുന്ന പിന്നെ 5 വർഷം അയാൾ വേറൊരു സംഭവം ഉണ്ടാക്കിയില്ലെങ്കിൽ ആരും നിലനിൽക്കില്ല. ഞാനും നിങ്ങളും ഒന്നും നിലനിൽക്കില്ല. ഇപ്പം നിങ്ങളുടെ പ്രോഗ്രാം തന്നെ ഒരു 5 വർഷം ഇത് ഈ സ്റ്റേജിൽ പോയി, 5 വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു അപ്ഡേറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ പ്രോഗ്രാം വന്നാൽ പ്രേക്ഷകൻ വീണ്ടും അത് കാണും, ഇല്ല അല്ലേ? അപ്പോൾ അപ്ഡേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പം നമ്മൾ പറയുന്നത് പ്രേക്ഷകർ അകന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമ, അതാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അല്ല, അദ്ദേഹം ഈ പറയുന്ന അപ്ഡേഷൻ ഒരുപാട് നടത്തും. ഇപ്പം തന്നെ ഉള്ളൊരു ഞാൻ പുതിയ പടം പോലും ഫ്ലോപ്പായി. ഒരുപാട് അപ്ഡേഷൻ നടത്തുന്ന പോലും പടം ഇങ്ങോട്ട് കിട്ടാൻ നടനിലുള്ള വിശ്വാസക്കുറവാണ് പ്രേക്ഷകർ അകന്നു പോയത്. അല്ല, ഇങ്ങനെ എത്രയോ നടന്മാർ വന്നിട്ടുണ്ട് നമുക്ക്. ഞാനിപ്പോഴും പറയാം, ശങ്കറിനെക്കാളും വലിയൊരു സൂപ്പർ സ്റ്റാർ മലയാളത്തിലില്ല. പഴയ ശങ്കരേട്ടനെക്കാളും വലിയൊരു സൂപ്പർ സ്റ്റാർ മലയാളത്തിലൊന്നും ഉണ്ടായിട്ടില്ല. മമ്മൂക്ക പോലും മോഹൻലാൽ പോലും ഈ ഇങ്ങനൊരു നടനോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന കാലമുണ്ട്. ചില അപ്ഡേഷൻസ് വർക്കൗട്ടാവും, ചില അപ്ഡേഷൻസ് വർക്കൗട്ട് ആവത്തില്ല. അത് നമുക്ക് ക്രിയേറ്റീവ് ഫീൽഡിൽ നമുക്ക് ഒരിക്കലും ഇത്തരം വാശികൾ പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ എനിക്കൊരു അന്ധവിശ്വാസമുണ്ട്. സിനിമ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ടെക്നിക്കലായിട്ട് ഒരു കാരണം എനിക്ക് പറയാൻ പറ്റില്ല. എവിടെ നിന്നാണ് സിനിമ ഉണ്ടാകുന്നത്, എവിടെ നിന്നാണ് തോട്ട് ഉണ്ടാകുന്നത്, അതിനെ ക്രിയേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ. ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ മനസ്സിലൊരു സാധനം സ്ട്രൈക്ക് ചെയ്യും, അത് സിനിമയാക്കാനായിട്ട് നമ്മൾ വരുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവ്ലി ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സമയമുണ്ട് ദാസ്, അതാണ് ചുരുക്കി പറഞ്ഞല്ലേ. സമയമില്ല, ആ സമയത്തിനേക്കാളും ബുദ്ധിപരമായിട്ട് കടക്കാനുള്ള ജീനിയസ് നമുക്കുണ്ടാവണം. അതായത് ഞമ്മളെ എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇപ്പോഴും നിൽക്കുന്നത്? മോഹൻലാലിനെ തേടി വന്ന കഥാപാത്രങ്ങളും മോഹൻലാൽ ചൂസ് ചെയ്ത കഥാപാത്രങ്ങളും മമ്മൂട്ടിയെ തേടി വന്ന കഥാപാത്രങ്ങളും മമ്മൂക്ക തേടിപ്പോയ കഥാപാത്രങ്ങളും ഇതെല്ലാം ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനും അത് ഉള്ളിലേക്ക് കൊണ്ടു നടക്കാനും പറ്റുന്ന ഒരു സംഭവം വേണം. എന്നാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ.